നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ പിടിച്ചുലച്ച കോവിഡ് മഹാമാരിക്കാലം പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. ലോകം സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് നീങ്ങിയ കാലം. കോവിഡിന്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള ചർച്ചകളും ഗവേഷണങ്ങളും ഇന്നും തുടരുകയാണ്. ആദ്യം എല്ലാവരും വിരൽ ചൂണ്ടിയത് ചൈനയിലേക്കായിരുന്നു. ഏതായാലും ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും രാജ്യത്ത് കോവിഡ് ഭീതി. ഓരോ ദിവസം കഴിയുന്തോറും രോഗബാധിതരുടെ എണ്ണം ഉയരുന്നതായാണ് റിപ്പോർട്ടുകൾ. കുട്ടികൾക്ക് സ്കൂൾ തുറക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനം തടയാൻ അധികൃതർ വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത്. അതിനിടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 3000 കടന്നതായി റിപ്പോർട്ടുകൾ. രാജ്യത്തെ ആക്റ്റീവ് കോവിഡ് കേസുകൾ 3395 കേരളത്തിൽ വീണ്ടും ഒരു മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 59കാരന്റെ മരണം കോവിഡ് കാരണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ 2025 കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 6 ആയി. സംസ്ഥാനത്ത് നിലവിൽ 1336 കോവിഡ് രോഗികളുണ്ട്. രാജ്യത്താകെ 3395 ആക്റ്റീവ് കേസുകളുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിലാണ് സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ പുതിയൊരു കോവിഡ് മരണമുണ്ടായതായി വ്യക്തമാക്കുന്നത്. 7 പേർ മരിച്ച മഹാരാഷ്ട്രയിലാണ് ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കണക്കുകൾ പ്രകാരം നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഉള്ളതും കേരളത്തിൽ തന്നെ. രാജ്യത്താകെ 3395 പേർ കോവിഡ് രോഗബാധിതരായി ചികിത്സയിലുണ്ട്. ഇതിൽ 1336 ആക്റ്റീവ് കേസുകളും കേരളത്തിലാണ്. പ്രതിദിന രോഗവർധനയിലും സംസ്ഥാനമാണ് മുന്നിൽ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്താകെ 685 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 189 എണ്ണവും കേരളത്തിൽ നിന്ന്. കേരളത്തിൽ വ്യാപിക്കുന്നത് ഒമിക്രോൺ JN.1 വകഭേദമായ LF7 ആണെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. LF7 വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി ഉള്ളതിനാൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് നിർദ്ദേശം. പ്രായമായവരും രോഗമുള്ളവരും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവരും പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരും മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകളുള്ളത്. 1336 ആക്റ്റീവ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ കേരളത്തിൽ ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്താകെ 4 കോവിഡ് മരണങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ വരെയുള്ള കണക്കുകളാണിത്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിലെ ആശുപത്രികളിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി. മറ്റു രോഗങ്ങളുള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. സ്കൂളുകൾ തുറക്കാനിരിക്കെ കോവിഡ് രോഗവ്യാപനം സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് സുപ്രധാന അറിയിപ്പ് നൽകി കർണാടക സർക്കാർ. കോവിഡ് രോഗലക്ഷണങ്ങളായ പനി, ചുമ, ജലദോഷം തുടങ്ങിയവ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കരുതെന്നും സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരത്തെ കണക്കുകൾ പ്രകാരം കർണാടകയിൽ ഇപ്പോൾ 234 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. ജനുവരി 1 ശേഷം 3 രോഗികൾ കോവിഡ് ബാധിച്ചു മരിച്ചിരുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരാണ് ഇവരെല്ലാം എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. മനുഷ്യരും പക്ഷികളും ഉൾപ്പെടെയുള്ള സസ്തനികളിൽ രോഗമുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് കൊറോണ വൈറസുകൾ. ഇവ സാധാരണ ജലദോഷപ്പനി മുതൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് COVID-19 എന്നിവ വരെ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു വലിയ കൂട്ടം വൈറസുകളാണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തനികളുടെ ശ്വാസനാളിയെ ബാധിക്കുന്നു. ജലദോഷം, ന്യൂമോണിയ, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നിവയുമായി ബന്ധപ്പെട്ട ഈ വൈറസ് ഉദരത്തെയും ബാധിക്കാം. ബ്രോങ്കൈറ്റിസ് ബാധിച്ച പക്ഷികളിൽ നിന്ന് 1937 ആദ്യമായി കൊറോണ വൈറസിനെ തിരിച്ചറിഞ്ഞത്. സാധാരണ ജലദോഷത്തിന് 15 മുതൽ 30% വരെ കാരണം ഈ വൈറസുകളാണ്. കഴിഞ്ഞ 70 വർഷങ്ങളായി കൊറോണ വൈറസ് എലി, പട്ടി, പൂച്ച, ടർക്കി, കുതിര, പന്നി, കന്നുകാലികൾ എന്നിവയെ ബാധിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. മൃഗങ്ങൾക്കിടയിൽ പൊതുവെ ഇത് കണ്ടുവരുന്നുണ്ട്. സ്യൂണോട്ടിക് എന്നാണ് ഇവയെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇത്തരം വൈറസുകൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നവയാണ് എന്നർത്ഥം. ഇവ ശ്വാസനാളിയെയാണ് ബാധിക്കുക. ജലദോഷവും ന്യൂമോണിയയും ഒക്കെയാണ് ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമായാൽ സാസ്, ന്യൂമോണിയ, വൃക്കസ്തംഭനം എന്നിവയുണ്ടാകും. മരണം സംഭവിക്കാം. ചൈനയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവയിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ജനിതക മാറ്റം വന്ന പുതിയ തരം കൊറോണ വൈറസാണ്. സാധാരണ ജലദോഷപ്പനിയെ പോലെ ശ്വാസകോശ നാളിയെയാണ് ഈ രോഗം ബാധിക്കുന്നത്. മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന, തലവേദന, പനി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഇവ ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കും. രോഗപ്രതിരോധ വ്യവസ്ഥ ദുർബലമായവരിൽ, അതായത് പ്രായമായവരിലും ചെറിയ കുട്ടികളിലും വൈറസ് പിടിമുറുക്കും. ഇതുവഴി ഇവരിൽ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ പിടിപെടും. കഴിഞ്ഞ മാസമാണ് കോവിഡിന്റെ ഉത്ഭവം ചൈനയിലെ വുഹാൻ ലാബിൽ നിന്നാണെന്ന് US ഔദ്യോഗിക വെബ്സൈറ്റിൽ ചേർത്തതിന്
പിന്നാലെ കോവിഡ് ഉത്ഭവിച്ചത് US-ലാണെന്ന് ആരോപിക്കുക മാത്രമല്ല തെളിവുണ്ടെന്നാണ് ചൈന വാദിക്കുന്നത്. ഇതോടെ വിഷയത്തിന് വീണ്ടും തിരികൊളുത്തുകയും ചെയ്തിരുന്നു. COVID-19 അമേരിക്കയിൽ ഉണ്ടായതാണെന്നാണ് ചൈനയുടെ വാദം. COVID-19 ഉറവിടത്തെക്കുറിച്ചുള്ള ചർച്ച അമേരിക്ക രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ചൈന പറയുന്നു. ചൈനയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് അമേരിക്കയിൽ COVID-19 ഉണ്ടായതായി ചൈന പറയുന്നു. ഇതിന് തെളിവുണ്ടെന്നാണ് ചൈനയുടെ വാദം. കോവിഡിനെ കുറിച്ചുള്ള പ്രസക്ത വിവരങ്ങൾ തങ്ങൾ ലോകാരോഗ്യ സംഘടനയുമായി രാജ്യാന്തര സമൂഹവുമായി യഥാസമയം പങ്കിട്ടിരുന്നു എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. കോവിഡ് ഉത്ഭവം ലാബിൽ നിന്നുള്ള ചോർച്ച മൂലമാകാൻ സാധ്യതയില്ല എന്ന് ലോകാരോഗ്യ സംഘടനയും ചൈനയും നടത്തിയ സംയുക്ത പഠനത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കാര്യവും പ്രസ്താവനയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അമേരിക്ക ബധിരനും മൂക്കനുമായി അഭിനയിക്കുന്നത് തുടരരുതെന്നും രാജ്യാന്തര സമൂഹത്തിന്റെ ആശങ്കകൾക്ക് മറുപടി നൽകണമെന്നും ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് ഉത്ഭവം കണ്ടെത്തുന്നതിനുള്ള ഗവേഷണങ്ങളുടെ അടുത്ത ഘട്ടം US-ൽ കേന്ദ്രീകരിക്കണമെന്നും ചൈനയുടെ ദേശീയ ആരോഗ്യ കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി സിൻഹുവ റിപ്പോർട്ട് ചെയ്യുന്നു. US-ൽ ആദ്യകാല കോവിഡ് കേസുകൾ അന്വേഷിക്കാനും രാജ്യാന്തര സമൂഹത്തോട് ചൈന ആവശ്യപ്പെടുന്നു. കോവിഡിന് കാരണം ചൈനയിലെ ലാബ് ചോർച്ചയാണെന്നാണ് ഏപ്രിൽ 18 വൈറ്റ് ഹൗസ് ആരംഭിച്ച COVID-19 വെബ്സൈറ്റിൽ പറയുന്നത്. മെഡിക്കൽ ഉപകരണങ്ങൾ പൂഴ്ത്തിവെച്ചതിനും പകർച്ചവ്യാധി മറച്ചുവെച്ചതിനും ചൈനയ്ക്കെതിരെ $24 ബില്യൺ നഷ്ടപരിഹാരം ചുമത്തിക്കൊണ്ടുള്ള മിസോറി കേസും വെബ്സൈറ്റ് ഉദ്ധരിക്കുന്നുണ്ട്. ചൈനയ്ക്ക് മാത്രമല്ല, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, മുൻ US ആരോഗ്യ ഉദ്യോഗസ്ഥൻ ആന്റണി ഫൗസി, ലോകാരോഗ്യ സംഘടന എന്നിവരെയും വെബ്സൈറ്റിൽ വിമർശിക്കുന്നു. ഏതായാലും വീണ്ടും കോവിഡ് രാജ്യത്ത് പിടിമുറുക്കുകയാണ്. ഇപ്പോൾ കൃത്യമായി തന്നെ മാസ്ക് ധരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാലിക്കാൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകുന്നുണ്ട്. മാത്രമല്ല, വീണ്ടും സ്ഥിതി വഷളാവുകയാണ്. ഒരു ക്വാറന്റൈൻ കാലഘട്ടത്തിലേക്കും അതുപോലെ സാനിറ്റൈസറും മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്ന നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ചിട്ടുള്ള അതേ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആശങ്കയോടെ കൂടി തന്നെ നോക്കിക്കാണുന്നത്. ഏതായാലും സംസ്ഥാനത്തുടനീളം കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഭയപ്പെടേണ്ടതല്ല, വേണ്ടത് കൃത്യമായി തന്നെ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം. ആശുപത്രികളിലൊക്കെ തന്നെ മറ്റ് ചികിത്സയ്ക്കുമായി പോകുന്നവർ കൃത്യമായി തന്നെ മാസ്ക് ധരിക്കാൻ മറക്കരുത്. കൈ സാനിറ്റൈസ് ചെയ്യാനും അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകാനും യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ മാസ്ക് ഉപയോഗിക്കാനും മറക്കരുത്. ഇത് മുൻപ് നമുക്ക് വന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് അത് അനുഭവമുള്ളത് കൊണ്ട് എന്തായാലും മലയാളികൾക്ക് അത് കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അപ്രതീക്ഷിതമായിട്ട് ഈ കോവിഡ് നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വൈറസ് നമ്മുടെ സംസ്ഥാനത്ത് പടർന്നു പിടിച്ചപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി കൃത്യമായി അകലം പാലിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കുക ഒക്കെ തന്നെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ അപേക്ഷിച്ച് നമുക്കിവിടെ മരണസംഖ്യ കുറയ്ക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും ഇനി വീണ്ടും കോവിഡ് ഇപ്പോൾ പിടിമുറുക്കുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ ഭയമല്ല വേണ്ടത്. കൃത്യമായി തന്നെ മുൻകരുതലുകൾ എടുത്ത് നമ്മളും സൂക്ഷിക്കുക. അത് ഓരോരുത്തരും വിചാരിക്കണം. ഓരോരുത്തരും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യണം. ഇതാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് അടക്കം നൽകുന്ന നിർദ്ദേശം.